السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. സ്നേഹനിധികളായ സഹോദരന്മാരെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനക്കർഹനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥമായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുള്ള ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ബലവത്തായി ഉപദേശിക്കുന്നു. അങ്ങനെ ജീവിച്ചു മരിച്ച് നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു സൂറത്ത് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണയായ സൂറത്തിൻ്റെ നടുവിലും മധ്യത്തിനൊക്കെ ഓതുമ്പോൾ ബിസ്മി എഴുതുകൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത്. ഇത് ബിസ്മി കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, കേവലം അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ധാരാളം സൂറത്തുകൾ ഖുർആനിലുണ്ട്. അത് തുടങ്ങുമ്പോൾ ചില അക്ഷരങ്ങൾക്ക് നമ്മൾ മദ് കൊടുക്കും, ചില അക്ഷരങ്ങൾക്ക് മദ് കൊടുക്കേണ്ടതുമില്ല. അപ്പം അത് ഹർഫിയ എന്ന് പണ്ഡിതന്മാരുടെ പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ 7 അൽഫിൻ്റെ ഖദർ വരെ നമുക്കിത് നീട്ടാം. മറ്റൊന്ന്, ഈ ആയത്തിന് നമുക്ക് അർത്ഥം പറയാനും പാടുള്ളതല്ല, വ്യാഖ്യാനം പറയാൻ പാടുള്ളതല്ല. അക്കാര്യം ഓർക്കുക. അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വാദ് വൽ ഖുർആനി ലിദ്ദിക്ർ. അല്ലാഹു തആല ഖുർആൻ കൊണ്ട് സത്യം ചെയ്യണം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഏതുകൊണ്ടും സത്യം ചെയ്യാം, അവൻ്റെ സൃഷ്ടികളെ മറ്റൊക്കെ തന്നെ. നമ്മൾക്കോ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാവൂ. ഇൻഷാ അല്ലാഹ് ഹദീസ് ഞങ്ങൾ പിന്നീട് വഴിയെ ഓതി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉത്ഭവത്തിൻ്റെ ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല പറയാണ്. എന്ത് ചെയ്യുന്നു? കാഫിര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് സത്യമാകുന്നു. കാഫിര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിൽ അവിശ്വസിക്കുന്നു. തുടർന്ന് പറയുന്ന ആയത്തുകളിൽ ശ്രദ്ധിക്കുക. ബല്ലദി കഫറു, പക്ഷേ ആ വിശ്വാസികൾ ഫി ഇസ്സത്തിൻ വ ശിഖാഖ്, അവർ അഹംഭാവത്തിലാണ്, അല്ലെങ്കിൽ ഊറ്റത്തിലാണ്, അല്ലെങ്കിൽ ധിക്കാരത്തിലാണ്, ചേരിതിരിവിലുമാകുന്നു, അഭിപ്രായ വ്യത്യാസത്തിലുമാകുന്നു. അവർ ഗർവുണ്ട് അവർക്ക് ഇത് സ്വീകരിക്കുന്ന കാര്യത്തിൽ. കം അഹ്ലക്ന മിൻ ഖബ്ലിഹിം മിൻ ഖർൻ, ഇവത്തെ പോലുള്ള ആളുകളെ, പ്രവാചകന്മാർ അംഗീകരിക്കാത്ത, വേദഗ്രന്ഥം അംഗീകരിക്കാത്ത എത്ര മുൻ സമൂഹങ്ങളെ നാം എന്ത് ചെയ്തു? നശിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് മുമ്പേ. ഫനാദാവു, അങ്ങനെ എന്ത് ചെയ്തു? അവർ രക്ഷ അഭ്യർത്ഥിച്ചു. വലാ തഹീൻ, ആ സന്ദർഭത്തിൽ എന്തല്ല, ഒരു രക്ഷയില്ല. ആരെന്ത് ചെയ്തു? അവസാന ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? അതുവരെ അവരെന്ത് ചെയ്തില്ല, നിശ്ചയിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അവസാന ഘട്ടം അവർക്ക് വാഗ്ദത്തം ചെയ്ത ശിക്ഷ വന്നെത്തിയ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? അവർ അള്ളാഹുവിനോട് രക്ഷാഭ്യർത്ഥിച്ചു. വലാത്ത ഹീൻ, ആ സന്ദർഭത്തിൽ ഇല്ല, എന്തില്ല? മനാസ്, ഓടി രക്ഷപ്പെടാനുള്ള സന്ദർഭമില്ല. വാജിബോ, അവർ അത്ഭുതപ്പെടുകയാണ്. അഞ്ചാഹും, അവർക്ക് ഒന്നെത്തിനാൽ മുൻനിറമിനും, അവരിൽ നിന്ന് തന്നെ ഒരു മുന്നറിയിപ്പ് താക്കീത് വരണം. ഇപ്പോൾ പോയാൽ ശരിയാവില്ല, മരണാന്തര ജീവിതം, പരലോക ജീവിതം, അവർക്ക് ഉയർന്നേൽപ്പ്, സ്വർഗം നരകം സംബന്ധിച്ച കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ സ്വാതന്ത്ര്യ ജീവിതത്തിൽ നാക്കാലികളെ പോലെ ജീവിച്ചിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വഖാൽ കാഫിറൂന ഹാദാ ഷാഹിറുൻ കദാബ്, അങ്ങനെ കാഫിരീങ്ങൾ, നിഷേധികളായ കാഫിരീങ്ങൾ അവർ എന്ത് ചെയ്തു? പറഞ്ഞു. കാഫിറൂന, അവർ പറഞ്ഞു, ഹാദാ സാഹിർ, ഇവൻ ഒരു ജാലവിദ്യക്കാരാകുന്നു, കദാബ്, കളവ് പറയുന്നവനാകുന്നു. കാരണം അവരുടെ ന്യായം, അജാൽ ആലിഹത്ത ഇലാഹും വാഹിദ, എല്ലാ ആരാധ്യന്മാരെയും ഒറ്റ ആരാധനയാക്കുകയാണോ? നമ്മൾ പൂർവ്വന വാപ്പാപ്പമാർ എന്ത് ചെയ്തു? മഹാന്മാരെ, ആളുകളെ ബിംബങ്ങളുണ്ടാക്കി അവർക്ക് ഗബത്തിൽ കൊണ്ടുവെക്കുന്നു. അല്ലാത്ത സന്ദർഭത്തിൽ ബിംബങ്ങളില്ലാതെയും അവരെന്ത് ചെയ്തു? രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ഇസ്തിഗാസ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മഹാന്മാരവരെന്ന് വാദിക്കുന്നു. അവർ ശുപാർശക്കാരൻ വാദിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തിരുന്നു? അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. അള്ളാഹു എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും നേർച്ചകളും അർപ്പിച്ചുകൊണ്ട് ആരാധിച്ചിരുന്ന സന്ദർഭത്തിൽ ആരാധകരൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതിക്കേൾപ്പിച്ചപ്പോൾ അവരെന്ത് ചെയ്ത്? നിഷേധിക്കുകയാണ് ഉണ്ടായത്. അജാലൽ ആലിഹത്ത ഇലാഹു വാഹിദ, അവനെ എല്ലാ ബഹുദൈവങ്ങളെ ഒറ്റ ആക്കിയിരിക്കണോ? എന്താവുന്നു? ഇന്നഹദ ലശൈഉൻ അജാബ്, ഇതൊരു അത്ഭുതകരമായ കാര്യമാണല്ലോ, പൂർവികന്മാരൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത്തരത്തിൽ നിഷേധത്തിൽ ആകാൻ പാടില്ല.
വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. എന്ത് ചെയ്യണം? അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളണം, നമ്മൾ ഉൾക്കൊള്ളണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. എന്തിനായിരുന്നു അവർ നിഷേധിച്ചത്? ആ കാര്യം, ആ പോയിന്റ്സ് അതെന്ത് ചെയ്യണം? നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അവർ അള്ളാഹുവിനുള്ളവർക്ക് ആരാധനകൾ അർപ്പിച്ചിരുന്നു, നേർച്ചകൾ അർപ്പിച്ചിരുന്നു, രക്ഷ അഭ്യർത്ഥിച്ചിരുന്നു. അതേപോലെ കാര്യങ്ങളൊക്കെ തന്നെ അവർ ആവർത്തിച്ച് ചെയ്ത കാരണത്താൽ അവർ മുന്നറിയിപ്പ് നൽകിയുണ്ടായി. പൂർവികന്മാരെ ആളുകൾ പല സമൂഹത്തിൽ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? അത് നശിപ്പിച്ച സന്ദർഭത്തിൽ അവരെന്ത്, ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തില്ല? അവർക്ക് രക്ഷ നൽകിയില്ല. അങ്ങനെ രക്ഷ നൽകുകയുമില്ല. അപ്പം മരണം തൊണ്ടക്കുഴി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസം എന്ത് ചെയ്യില്ല? പ്രയോജനപ്പെടുകയില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ മരിച്ച ആൾക്ക് വേണ്ടി സത്യവിശ്വാസികൾക്കോ പ്രവാചകന്മാർക്കോ പാപമൊന്നും തേടാൻ പാടുള്ളതല്ല എന്ന് വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, ഗൗരവമായ കാര്യമാണ്. അതുകൊണ്ട് ആരാധനകളുണ്ട് അള്ളാഹുവിനെ അർപ്പിക്കുക, അതാണ് തൗഹീദ്. അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥന, നേർച്ചകളോ പാപമോൻ തേട്ടങ്ങളോ ഷിർക്കിൽ അർപ്പിച്ചാൽ ഷിർക്കാവുന്നു. അത്ര ഷിർക്കിൽ നമ്മൾ പെടാതെ സൂക്ഷിക്കുക. നമ്മൾ സ്വന്തക്കാർ, ബന്ധക്കാർ, കുടുംബക്കാർക്ക് അത്തരം കാര്യങ്ങൾ, ആ ഷിർക്കിൻ്റെ മേഖലകൾ എന്ന് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുക നമ്മളെ ബാധ്യതയാണ്. അങ്ങനെ ജീവിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹമാകട്ടെ. ഒരു ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഹല്ല ബി ഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക. അല്ലെങ്കിൽ അള്ളാഹുവിനെ ഒഴികെയുള്ളവരെ കൊണ്ട് സത്യം ചെയ്താൽ അവനെന്ത് ചെയ്തു? ഫഖദ് കഫറ, നിശ്ചയം അവൻ കാഫറായി, അവിശ്വാസിയായി, ഔ അശ്റക, അല്ലെങ്കിൽ മുശ്രിക്കായി. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അള്ളാഹു ഒഴിയുള്ള പള്ളി സത്യം, പരിഗണന സത്യം, വൈദിശേഖാണ് സത്യം, എന്നാൽ പല വസ്തുക്കൾ കൊണ്ടും, നമ്മയാണ് സത്യം, വാപ്പയുടെ സത്യം, കൈബയുടെ സത്യം, ഇങ്ങനെ പല വസ്തുക്കൾ കൊണ്ടും എന്ത് ചെയ്യുന്നു? അവർ സത്യം ചെയ്തൊരു കാലഘട്ടമാണ് ആ കാലഘട്ടം. അത് ഷിർക്കാണ്, കുഫ്രിയത്താണ്. അത് ചെയ്യരുത്. അത് ഞാനും ചെയ്താൽ ഇത് വേണം, തൗഹീദിലേക്ക് തിരിച്ചു വരണം. സത്യവിശ്വാസികൾ അറിയാ ചെയ്തു വേണമെങ്കിൽ തൗഹീദിലേക്ക് തിരിച്ചു വരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല, അല്ലെങ്കിൽ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന് ചൊല്ല. അല്ലാഹു, അല്ലെങ്കിൽ അല്ലാഹുമ്മ അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ഷൈഅൻ വനഅലമു വസ്തഗ്ഫിറുക ലിമാ ലാ അലമു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? ഉറുമ്പ് അരിച്ചു വരൽത്താലും ഉറുമ്പരിച്ചതിനേക്കാളും നിഗൂഢമായ ശിർക്ക് വരും. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനോട് പഠിപ്പിക്കുന്നത് കേട്ടാ, മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അബൂബക്കർ സിദ്ദീഖിനോട്. അപ്പം നമ്മൾക്ക് എത്ര പ്രാർത്ഥിക്കണം ചിന്തിച്ചു നോക്കുക. സമസ്തക്കാർ പറയും സമതിയത്ത് അള്ളാഹുവിനെ സമർപ്പിച്ചാൽ പിന്നെ മുസ്ലിമീങ്ങൾ ശിർക്ക് വരില്ല എന്നുള്ളതാണ്. അല്ല, അബൂബക്കർ സിദ്ദീഖ് അല്ല ആദ്യത്തെ മുസ്ലിം, ഇസ്ലാം സ്വീകരിച്ച മുഅ്മിനും മുസ്ലിമും. അബൂബക്കർ സിദ്ദീഖിനോട് പറയാ, രഹസ്യമായ ശിർക്ക് വരും, വിശ്വാസത്തിലൂടെ ശരിക്കും വരും ആദ്യമായി, പിന്നെ കർമ്മത്തിലേക്ക് പോവും. അങ്ങനെ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ആ ജാരത്തിന് പോകാം, ഈ ജാരത്തിന് പോകാം, ഔലിയൻ്റെ പോകാം, ഈ പിന്നെ നമ്പൂതിരിയത്ത് പോകാം. എന്നിട്ട് എന്തായി കാരണം പ്രയാസങ്ങളും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. സത്യവിശ്വാസികൾക്ക് എന്ത് ചെയ്യുന്നു? അള്ളാഹു ഇഷ്ടപ്പെട്ട സത്യവിശ്വാസികൾക്ക് പല വിധത്തിലുള്ള പരീക്ഷകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, നമ്മൾ സ്വീകരിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അത് വളരെ അധികം ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖുമാട്ടെ. ശിർക്ക് വരാതെ തൗഹീദോട് ജീവിച്ച് മരിക്കുന്ന സത്യവിശ്വാസത്തോട് കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. اللهم صل على محمد وعلى آل محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.